ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിൽക്ക് പേടയില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഒരു കപ്പ് ആട്ടപ്പൊടിയും ഒരല്പം പാൽപ്പൊടിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. പാൽ കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലപോലെ ചൂടാക്കണം. പഞ്ചസാര ശരിക്കും അലിയുന്നത് വരെ ചൂടാക്കിയാൽ മതി. ഒറ്റനൂൽ പരുവൊന്നും ആകണ്ട. പഞ്ചസാര എല്ലാം ശരിക്കും അലിഞ്ഞു കഴിയുമ്പം തീ ഓഫാക്കി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്കിനി 2.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ശരിക്കും അലിയുന്നത് വരെ മിക്സ് ചെയ്താൽ മതി, അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, എന്നാലേ ശരിക്കും മാവ് തയ്യാറാകും. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നില്ലേ, അതുപോലെ ആ പരുവത്തിലാണ് ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. മാവ് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കിവിടെ ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ല, കറക്റ്റ് പരുവം തന്നെയായിരുന്നു. നമ്മൾ മാവെല്ലാം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് മാവ് തയ്യാറാക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്ക് ഉരുളകളാക്കുന്ന പോലെ തന്നെ ഉരുളകളാക്കി ചെറുതായി അമർത്തി പരത്തിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പാൽപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് തീ കൂടിയാൽ പുറം മാത്രം വേഗം കരിഞ്ഞു പോകും, ഉള്ളു വേകാതെ വരും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. എണ്ണയിൽ നല്ലപോലെ മുങ്ങി കിടന്ന് ആകണം, എന്നാലേ എല്ലായിടവും ഒരുപോലെ വെന്ത് വരുള്ളൂ. നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കോരിയെടുത്ത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് ഇടണം. ആ സമയത്ത് നമ്മൾ പഞ്ചസാരപ്പാനി ഇപ്പം തണുത്തിരിക്കുമായിരിക്കുമല്ലോ, അതൊന്ന് ചെറുതായി ചൂടാക്കണം. ആ ചൂടായ പാനിയിലേക്ക് വേണം ഇതിടാൻ, എന്നാലേ ഇതിനുള്ളിലേക്ക് ശരിക്കും ആ പഞ്ചസാരയെല്ലാം കയറുകയുള്ളൂ. പാനിയിലേക്ക് ഈ കേക്ക് ഇട്ടതിന് ശേഷം 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. ഒത്തിരി നേരം പഞ്ചസാരപ്പാനിയിലിട്ട് കിടന്നാൽ നമ്മുടെ കേക്ക് അലിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് കോരി മാറ്റി വെക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.